ഒരു സ്ത്രീയുടെ മാറത്ത് കൈവയ്ക്കാൻ ഒരു പോലീസുകാരൻ ധൈര്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആ പോലീസുകാരൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ആ പോലീസുകാരൻ സർവീസിൽ അവസാനം വരെ തുടരും. അത് ചോദ്യം ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും പുറത്താക്കപ്പെടും. നമ്മൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നുള്ളത് കൊണ്ട് നമ്മളൊരു 10 വർഷത്തോളം വേണ്ടി വന്ന് അവർക്ക് പിരിച്ചുവിടാൻ. ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടു എന്നതുകൊണ്ട് അവർക്ക് അവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് പോലീസിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് കുറ്റമായിട്ട് കാണുന്നത്. നമസ്കാരം. CPO ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. പോലീസിലെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശസ്തനായ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് പിരിച്ചുവിടുന്നതിന് വേണ്ടി പത്തനംതിട്ട SP-യുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തെ പിരിച്ചുവിടാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിരുന്നു ഇദ്ദേഹത്തിന്. അതിന് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ മറുപടി നൽകുന്ന വേളയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് കേവലം പ്രഹസനമായി തീരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത്. എന്തൊക്കെയാലും അദ്ദേഹം പറഞ്ഞ ക്രമത്തിൽ തന്നെ ഇന്നിപ്പോൾ അദ്ദേഹത്തെ പിരിച്ചുവിടുന്നതിനുള്ള പത്തനംതിട്ട SP-യുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉമേഷ് വള്ളിക്കുന്ന് നമ്മളോട് പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. CPO ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടിരിക്കുകയാണ് പോലീസ്, അല്ലെ? ഇനി എന്താണ് അടുത്ത? ഇനി നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചാണല്ലോ. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഈ മറുപടി കൊടുക്കും, അത് തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിടും, അതാണ് അതിലെ നടപടി. അങ്ങനെ ഇന്നിപ്പോൾ ഓർഡർ കിട്ടി. 21-ാം തീയതി ഇറക്കിയ ഓർഡറാണ്, ഇന്ന് രാവിലെ കൊണ്ടു തന്നു. ഇനിയിപ്പോൾ നമുക്കൊരു അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. SP ആയതുകൊണ്ട് നമുക്ക് DIGക്ക് അപ്പീൽ കൊടുക്കാം. DIGക്ക് അപ്പീൽ കൊടുക്കും. അതും ഈ പറഞ്ഞ പോലെ ഒരു പ്രഹസനം തന്നെ ആയിരിക്കും അവർ സ്വീകരിക്കുക. പിന്നീട് നമുക്ക് ട്രിബ്യൂണലും കോടതിയൊക്കെ ആയിട്ട് പോയിട്ട് കുറച്ച് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ പോലീസിൽ തിരിച്ചു വരും. കോടതിയിലേക്ക് പോകണം തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ എഴുതി തയ്യാറാക്കിയതുപോലെ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടുന്നു, അതിന് മറുപടി കൊടുക്കുന്നു. പക്ഷെ മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ചുവിടൽ നോട്ടീസ് വരുന്നു. ഇതെല്ലാം ഒരു പ്ലാൻ ആയിട്ട് സംഭവിച്ച കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഒരു തിരക്കഥയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ടും അവരെ സംബന്ധിച്ച് ഇപ്പോൾ അനസ് എന്ന് പറഞ്ഞ പോലീസുകാരനെ പിരിച്ചുവിട്ടത് 27 ദിവസം കൊണ്ടാണ്. അയാൾക്കെതിരെ ഒരു PR ഉണ്ടാക്കുന്നു, PR ഉണ്ടാക്കുന്നു. അതിൽ കേസൊന്നും സംഭവമില്ല, ഒരു തെളിവുമില്ല. എന്നിട്ട് വ്യാജ ആരോപണത്തിന്റെ പേരിൽ മാധ്യമങ്ങളിൽ അയാളൊരു ഭീകരവാദിയാന്നുള്ള പ്രതീതി സൃഷ്ടിച്ചിട്ട് അയാളെ 27 ദിവസം കൊണ്ട് പിരിച്ചിട്ടു. പക്ഷെ നമ്മൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാനും പരസ്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നുള്ളത് കൊണ്ട് നമ്മളൊരു 10 വർഷത്തോളം വേണ്ടി വന്ന് അവർക്ക് പിരിച്ചുവിടാൻ. അപ്പോൾ ഇതവർ ചെയ്തൊരു വലിയൊരു മണ്ടത്തരമാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. അടിക്കാനുള്ള വടി സ്വയം എടുത്ത് കയ്യിൽ തന്നു വരുന്നുണ്ട് അവരുടെ. അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം നമ്മളെ ഇപ്പൊ കുറച്ചും കൂടി സ്വതന്ത്രനാണ്. നമുക്ക് ഈ പോലീസിനകത്ത് ചട്ടക്കൂടുകൾ നമുക്ക് ഇനി ബാധകമല്ല, സിസ്റ്റത്തിന്റെ വിലക്കുകളില്ല. നമുക്ക് വേറെ ജോലി ചെയ്യാം, വേറെ വരുമാനം ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഞാൻ അത് പോസിറ്റീവായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ബാക്കി പിന്നെ നമ്മൾ കേസ് നടത്തിയിട്ട് നമ്മൾ തിരിച്ചു വരും തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ്. സിസ്റ്റത്തിനെതിരെ ഇങ്ങനെ ഈ പ്രതികരിക്കുന്നു, സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് പ്രതികരിക്കുന്നു. പലപ്പോഴും പറയാറുണ്ട് നമ്മള് ഒരു അറ്റം എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പൊട്ടിത്തെറിയാണ് ഏറ്റവും ഭീകരം എന്ന് പറയുന്ന പോലെ സിസ്റ്റത്തിനകത്തുനിന്ന് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്, അല്ലേ? അപ്പൊ അത് പുറത്തുള്ള പോലീസുകാർക്ക് ഒരു പ്രചോദനമാണെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും പോലീസുകാർ ഇപ്പം ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടു എന്നുള്ളത് കൊണ്ട് അവർക്ക് അവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം ഇനി മുഴുവൻ പേരും ഇല്ലെങ്കിലും കുറെ പേര് അടിമകളായിട്ട് ജീവിക്കുമെങ്കിലും കുറെ പേര് ഭയന്ന് ജീവിക്കുമെങ്കിലും ഒരു വലിയ വിഭാഗം തന്നെ പോലീസിൽ ധൈര്യത്തോടെ ചോദ്യം ചെയ്യാനും പൊട്ടിക്കാൻ ധൈര്യമുള്ള ഒരു വലിയ തലമുറ തന്നെ പോലീസിൽ ഉണ്ടായിട്ട് വരും. അതിനുള്ള പ്രചോദനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് കൊടുക്കാനോ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പോരാട്ടം അവസാനിപ്പിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മളിപ്പോ ഇന്നോട്ട് ഞാൻ പോലീസ് അല്ലല്ലോ. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ നമ്മൾ ഇന്റർവ്യൂ വരെ അല്ല, പോലീസ് അല്ലാതെ കൊടുക്കുന്ന ആദ്യത്തെ ബൈറ്റാണ് ഇന്നത്തേത്. അപ്പോ ഇപ്പൊ നമ്മൾ പുറത്താണ്, അതിന്റെ ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ പോലീസിനകത്തുനിന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതിന് ഒരു പവർ ഉണ്ടായിരുന്നു. പുറത്ത് നിൽക്കുമ്പോൾ വേറെ രീതിയിലായിരിക്കും അതിനെ കാണുക, അല്ലെങ്കിൽ സമൂഹം എടുക്കുക. അത് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ സമയത്ത് നമ്മൾ ചേട്ടനോട് സംസാരിക്കുമ്പോൾ കുടുംബത്തിനൊരു പിന്തുണ ഇക്കാര്യത്തിൽ വലിയ ഒരു ഭാഗമായിട്ടുണ്ടല്ലേ? കുടുംബം എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. മൈ ഫാമിലി എന്ന് പറഞ്ഞ ഇതിൽ വന്നത് നമ്മളിപ്പോ ഇതിലിട്ടപ്പോ പറയുന്നത് കൺഗ്രാറ്റുലേഷൻസും വെരി ഗുഡും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നുള്ളൂ. അവർക്കും സന്തോഷമാണ്, അത്രേ ഉള്ളൂ. കാരണം അവർക്ക് അഭിമാനമേ ഉള്ളൂ നമ്മളെ പറ്റിയിട്ട്. ഇപ്പൊ അമ്മയ്ക്കായാലും സഹോദരിമാർക്കായാലും അനിയനായാലും വൈഫിനായാലും മകൾക്കായാലും ഇപ്പം നമ്മളായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും അഭിമാനം തന്നെ ഉള്ളൂ. ഇതൊരു പിരിച്ചുവിടലാണെന്നോ ഇത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാണെന്നോ. തീർച്ചയായിട്ടും നമ്മൾ നേടിയെടുത്തൊരു പിരിച്ചുവിടലാണ് ഇത്. അപ്പോൾ ആ രീതിയിൽ അഭിമാനവും സന്തോഷവും തന്നെ എല്ലാവർക്കും ഉള്ളൂ. ഇപ്പൊ ഇനി പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ചോദ്യം, ഇനി അടുത്ത പ്ലാൻ എന്താണ്? അതായത് നമ്മുടെ കോടതി മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി അങ്ങോട്ട് ജീവിക്കാൻ എന്തെങ്കിലും കുറച്ചു കാലം സിസ്റ്റത്തിന് പുറത്തേക്ക് ഇറങ്ങി ഇനി അങ്ങോട്ട് ജീവിക്കാനായിട്ട് എന്താണ് നമ്മൾ കരുതുന്നത്? അതായത് ഇതുവരെ ഇപ്പൊ ഒരു 18 മാസത്തെ നമുക്കൊരു സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് അലവൻസ് കിട്ടുമായിരുന്നു, പകുതി പൈസ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊരു വരുമാനം, സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം തന്നെയായിരുന്നു. പക്ഷെ ഇനി അത് നിൽക്കും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടൊരു പ്രതിസന്ധി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ 18 മാസം കൊണ്ട് നമ്മൾ ഇനി അങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ ജനുവരിയിലോട്ട് മറ്റ് ജോലികൾ ചെയ്തു തുടങ്ങും.
തീർച്ചയായിട്ടും ആ ഒരു ജോലി സർവീസിൽ നിൽക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ സാധിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എൻ്റെ തമാശകളും കാര്യങ്ങളൊക്കെ കിടക്കട്ടെ. അപ്പം ഞാൻ ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കും. അതായത് സിസ്റ്റത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഉമേഷ് വള്ളിക്കുന്ന് എന്ന് പറഞ്ഞ പോലീസുകാരനെ പിരിച്ചുവിട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ആശങ്ക ഉണ്ടാക്കേണ്ട ഒരു കാര്യം കൂടിയല്ല. തീർച്ചയായിട്ടും ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുള്ള ഒരു പോലീസുകാരൻ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാവായിട്ടുള്ള ഒരു സംഭാഷണം എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ പോലീസുകാരൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടു, അതിന് പറഞ്ഞിട്ടുള്ള 11 കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ ഒരു പോലീസുകാരനെ പിരിച്ചുവിടാൻ പര്യാപ്തമാണോ എന്ന്. പക്ഷെ അദ്ദേഹം അതിനെ പറയുന്നത് ഉമേഷ് വള്ളിക്കുന്നായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം അച്ചടക്കം ലംഘിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറ്റില്ല, അപ്പോൾ അദ്ദേഹം തന്നെ അതിൽ ഇടപെടണമെന്ന് പറഞ്ഞു. പക്ഷെ ആ പോലീസുകാരൻ എടുത്തു ചോദിക്കുന്നത് ഈ 11 കാരണങ്ങൾ ഒരു പോലീസുകാരനെ പിരിച്ചുവിടാൻ ഈ ആധുനിക കാലത്ത് പര്യാപ്തമാണോ, ഈ സമൂഹത്തിൽ അത് പര്യാപ്തമാണോ എന്നുള്ള ചോദ്യമാണ്. അതെ 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 അത് ഒരു പ്രണയത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും. അപ്പൊ ഇതൊക്കെ ശരിക്കും പരിഹസിക്കപ്പെടേണ്ട സാധനങ്ങളല്ലേ, സമൂഹം പരിഹസിക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ആ ചോദ്യമാണ് ഇപ്പോഴും സമൂഹത്തിന്റെ മുമ്പുള്ളത്. നമ്മളിപ്പോ അറിയാം, നമുക്ക് പ്രതാപചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് ഒരു സ്ത്രീയുടെ ഭർത്താവിനെ പിടിച്ചുകൊണ്ടുവന്നു, അത് ചോദിക്കാൻ വന്ന ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തെ അറിയിക്കാനുണ്ട്. ആ കുടുംബം വരുമ്പോൾ അവരോട് മാന്യമായി സംസാരിക്കാനും അവരെ സമാധാനിപ്പിക്കാനും ചെയ്യേണ്ട ആളാണ്. അയാളാണ് ഒരു സ്ത്രീയുടെ മാറത്ത് പിടിച്ച് തള്ളുന്നത്. അടി എന്ന് പറയുന്നത് ഒരു വീഴ്ചയായിട്ട് കണക്കാക്കാം, ഒരു ഇമോഷണലി വീഴ്ചയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. പക്ഷെ ഒരു സ്ത്രീയുടെ മാറത്ത് കൈവയ്ക്കാൻ ഒരു പോലീസുകാരൻ ധൈര്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആ പോലീസുകാരൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ആ പോലീസുകാരൻ സർവീസിൽ അവസാനം വരെ തുടരും. അത് ചോദ്യം ചെയ്തെന്ന ഒരാൾ തീർച്ചയായിട്ടും പുറത്താക്കപ്പെടും. മാത്രമല്ല അയാൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോലീസുകാർ തന്നെ. അവർക്കെതിരെയൊന്നും നടപടി വരില്ല. കാരണം ഏതാണ് അപ്പോൾ പോലീസിങ്, ഞാൻ പറയുന്നതാണോ അവർ പറയുന്നതാണോ? തീർച്ചയായിട്ടും അവിടെ ഉയർന്ന ആ ഒരു ചോദ്യമുണ്ട്. അതായത് ഈ തെറ്റുകളെ മറച്ചു വെക്കുന്നതാണോ കുറ്റം, അതോ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതാണോ എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് പോലീസിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് കുറ്റമായിട്ട് കാണുന്നത്. കാരണം ഞാൻ തന്നെ ഒരു അനുഭവമാണല്ലോ. അപ്പൊ ഞാൻ ആദ്യത്തെ എനിക്ക് നടപടി വരുന്നത്, നമ്മൾ പോലീസുകാരാണ്, പോലീസുകാർ കുടപിടിക്കാനും കുടപിടിച്ച് മേലുദ്യോഗസ്ഥന്റെ പുറകെ ഓടുന്നത് നമ്മുടെ പണിയല്ല, അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചതാണ് ആദ്യത്തെ നടപടി വരുന്നത്. വലിയ വലിയ അപരാധങ്ങൾ. പക്ഷെ അപരാധം എന്ന് ഞാൻ പറയുന്നത് ഈ ആധുനിക കാലത്ത് 2025 വർഷത്തിൽ ഒരു പോലീസുകാരൻ കൊടയുമായിട്ട് ഒരു ഓഫീസറുടെ പുറകെ ഓടുന്നുണ്ടെങ്കിൽ അത് അപരാധം തന്നെയാണ്, അത് അപമാനം തന്നെയാണ്. പക്ഷേ സിസ്റ്റത്തിനകത്ത് നോക്കുമ്പോൾ നിങ്ങളത് പറഞ്ഞതാണ് ഓടിക്കൊണ്ടിരിക്കണം. അതാണ്, അതായത് ബ്രിട്ടീഷുകാരൻ്റെ സിസ്റ്റം അതുപോലെ തന്നെ നിന്ന് പോകാനാണ് ഇവരും ശ്രമിക്കുന്നത്. എന്തെല്ലാം നിയമങ്ങൾ വന്നു, KP ആക്ട് മാറി, ഇപ്പൊ BNS ആയി, ഇത് ഇങ്ങനെയൊക്കെ മാറി വന്നു. പക്ഷെ ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച ഒരു ഉടമ സമ്പ്രദായം നിലനിർത്തി പോകാനാണ് ഇവർ ശ്രമിക്കുന്നത്. ശരിക്കും പോലീസിൽ ശരിക്കും ഒരു വിഭാഗം ഇപ്പോഴും അടിമകളായിട്ട് തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ കോഴിക്കോട് തന്നെ ഒരു പോലീസുകാരൻ വന്ന സമയത്ത് അന്നത്തെ ഒരു കോഴിക്കോട് കമ്മീഷന്റെ വീട്ടിലെ ജോലിക്ക് വേണ്ടി പോയ ആളാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. അദ്ദേഹം ട്രാൻസ്ഫർ ആവുന്നിടത്തൊക്കെ അദ്ദേഹം തന്നെ, അയാൾ കോഴിക്കോട് എത്തിയതായിട്ട് ഇപ്പൊ അടുത്ത കാലം വരെ എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് സിസ്റ്റം നടന്നു പോകുന്നത്. അവർക്ക് അവരുടെ ശമ്പളം എന്താണ്, പോലീസ് അവർക്കിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 70-80 രൂപ ശമ്പളമായിട്ടുണ്ടാവും. ആ ശമ്പളം ഒരു പോലീസിന്റെ ഒരു പണിയെടുക്കാതെ, ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാതെ, ഒരു FIR രജിസ്റ്റർ ചെയ്യാണ്ടാണ് അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇങ്ങനെ പോലീസിൽ ചില അധാർമികമായ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അത് ആർക്കും ചോദ്യം ചെയ്യാൻ താല്പര്യമില്ല. എന്നാൽ അതിനെതിരായിക്കൊണ്ട് വീഴ്ച ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരെ കുറ്റക്കാരാക്കി മാറ്റി പുറത്തിരുത്തുകയും ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും. കാരണം നിസ്സാരമായ കാര്യങ്ങൾക്ക് ഇപ്പൊ 144 പേരെ പുറത്താക്കി എന്ന് പറയുന്നു. ഈ 144 പേരെയും എന്തിനു പുറത്താക്കിയെന്നോ അല്ല അവരെന്തിനും പോയെന്നോ അവരുടെ വോയിസ് നമ്മൾ കേട്ടിട്ടില്ല. കാരണം അവർ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ തിരിച്ചെടുക്കാനുള്ള എല്ലാ വാതിലുകളും അടയ്ക്കുന്നവർക്ക് അറിയാം, പേടിയുണ്ട്. ഇപ്പൊ ഞാൻ മാത്രമാണ് ഇങ്ങനെ തുറന്നു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നെ പിരിച്ചുവിട്ടത് ഈ 11 കാരണങ്ങൾ കൊണ്ടാണ്, ഇത്രയും മണ്ടത്തരങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടാണ് എന്റെ ഡിസ്മിസൽ ഓർഡർ ഇറക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും, ജനങ്ങൾക്ക് മനസ്സിലാവും. പോലീസിൽ ശത്രുക്കളല്ലാണ്ട് മിത്രങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് മിത്രങ്ങളുണ്ട്, ഒരുപാട് പോലീസുകാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പറയുന്ന പോലെ ഇത് നിങ്ങളെപ്പോലെ തുറന്നു പറയാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ പോകുന്ന ഒരുപാട് പേർക്ക് നമ്മളോട് സ്നേഹമുണ്ട്. ഇപ്പോഴും ഒരുപാട് പേരുടെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല പലരും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ വിളിക്കുന്നുണ്ട്. അതായത് ഒരു മെമ്മ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇത് വരുമ്പോൾ, മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലരൊക്കെ നമ്മളെ വിളിച്ചിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് സ്ട്രെസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കും. അപ്പോൾ ഏത് പാതിരാത്രിയിലായാലും, രാത്രി 12 മണിക്ക് 2 മണിക്കൊക്കെ നമ്മൾ പോലീസുകാരുടെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ വയനാട്ടിൽ നിന്ന് ഒരു പോലീസുകാരൻ രാത്രി 10 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഉമേഷ് സാറേ ഞാൻ കോഴിക്കോട്ടേക്ക് ഒന്ന് വരുന്നുണ്ട്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു നമുക്ക് ഫോണിൽ സംസാരിച്ച പോരെ നാളെ. അല്ല അപ്പോൾ പുള്ളി അപ്പോൾ രാത്രി 2 മണിയാകുമ്പോഴത്തേക്കും കോഴിക്കോട് എത്തി. കാരണം പുള്ളിയുടെ ഫാമിലി പറയുകയാണ് ഇനിയും എനിക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന പുള്ളിയുടെ ഭാര്യ പറഞ്ഞൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം എന്നെ കാണാൻ വരുന്നത്. ജോലിയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അങ്ങനെ പോലീസുകാർ നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. നമുക്ക് പറ്റുന്നിടത്തോളം നിസ്സഹായരായ പോലീസുകാർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ തുടരും. അതൊക്കെ ഇനിയും തുടരും. സർവീസിൽ ഇല്ലെങ്കിലും പോലീസുകാരനായി തുടരുന്നുള്ളത് തന്നെയാണ്.
പോലീസുകാരനായി തുടരില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ സർവീസിലുള്ളപ്പോഴും നമ്മൾ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഇനിയും അതെ, അദ്ദേഹം പറഞ്ഞത് നമ്മൾ സർവീസിൽ ഇരിക്കുമ്പോൾ നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു, അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും. നമുക്ക് എന്തെങ്കിലും നേരത്തെ കുടുംബം പറഞ്ഞ പോലെ പിരിച്ചുവിട്ടതിൽ ആശംസകൾ. ഭാവി നന്നായിട്ട് വരട്ടെ എന്നാകരുത്.